ഗുഡ് മോർണിംഗ്. മഴ പെയ്ത് മാനം തെളിഞ്ഞൊരു രാവിലെയാണ് കേട്ടോ ഇത്. അതായത് നല്ല കനത്ത മഴ പെയ്തിട്ട് അതിന് ശേഷം നല്ലൊരു വെയിൽ കിട്ടിയതാണ് കേട്ടോ. എന്ത് നല്ല വെയിലല്ലേ! ഇങ്ങനെ കണ്ടാലും മഴക്കാലമാണ് തോന്നുന്നു ഇല്ലല്ലോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഇന്നത്തെ വിശേഷമാണ് കേട്ടോ, അതായത് ഞായറാഴ്ചത്തെ. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നമുക്കിന്ന്. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് ഓരോ പണികളിങ്ങനെ എടുക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരട്ടെ. അവിടെ മുരിങ്ങയില ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എനിക്കിന്ന് ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച നമ്മുടെ ചങ്ങാതി വീട്ടിലുണ്ടാകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നില്ല, ഇന്ന് വർക്ക് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ ജോലിക്ക്. അതുകൊണ്ട് പ്രസാദേട്ടനില്ലാത്തതിനോട് എനിക്ക് ഭയങ്കര സങ്കടം. സാധാരണ ഞങ്ങളിങ്ങനെ ഞായറാഴ്ച അടിച്ച് പൊളിച്ചങ്ങനെ ആഘോഷിക്കുന്നതാണ്. അങ്ങനെ ഞാനിതാ മാമൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി അവിടെ എത്തി അവിടെ നിന്ന് തിരിച്ചതാ മുരിങ്ങയിലയും വാങ്ങി പോരുകയാണ് കേട്ടോ. പിന്നെ മുരിങ്ങയില അവിടെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. മുരിങ്ങയില ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയില തോരൻ വെക്കുന്നത്. അതേപോലെ പരിപ്പിട്ട് വെക്കുന്നതും ഇഷ്ടമാണ്, ചക്കക്കുരു ഇട്ട് വെക്കുന്നതും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും ചക്കക്കുരു ഇട്ട് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചക്കക്കുരു മുരിങ്ങേൻ്റെ അല്ല, ചക്കക്കുരു മുരിങ്ങാക്കായ, പിന്നെ മുരിങ്ങയില ഉപ്പേരി വെക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ചെന്നിട്ട് വേണം, ചിലപ്പോൾ ഇന്ന് കറി വയ്ക്കും അല്ലെങ്കിൽ നാളെ കറി വയ്ക്കുള്ളൂ. കാരണം ഇന്ന് മീനുണ്ട് കറി വയ്ക്കാൻ. മീനൊക്കെ രാവിലെ കുളിക്കുന്നതിൻ്റെ മുൻപ് തന്നെ എല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് കുളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്, ഇങ്ങനെ കണ്ടാലും മഴക്കാലമാണ് തോന്നുകയില്ല. അങ്ങനെ ഇടവഴികൾ കടന്നതാ ഞാൻ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന വഴിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ ഇടവഴി കൂടെ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ പരിചയമില്ലാത്ത നാടല്ലേ അല്ലേ. ഇപ്പം അങ്ങനെ പോയി ഇപ്പം ശീലമായി. ഇപ്പോൾ ഒറ്റയ്ക്ക് പോകണതിന് പേടിയൊന്നുമില്ല. പക്ഷേ നായ്ക്കളെ പേടിയുള്ളൂ. നായ്ക്കൾ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. ആണിയിലൊക്കെ ഇതാ വെള്ളം, അതായത് ഓവിച്ചാലിൽ. പക്ഷേ മീനൊന്നും കയറിയിട്ടില്ല. ഇന്നലെയൊക്കെ എന്തൊരു മഴയാണ്, കനത്ത മഴ. ഇന്ന് മഴയൊന്നുമില്ല, ഇന്ന് നല്ല വെയിൽ. ഞാനിതാ വീട്ടിലെത്തിട്ടോ. ഒരു പൂച്ച ഉണ്ടോ മീൻ പിടിക്കണേ? മീനുണ്ടോ പൂച്ചേൻ്റെ ഉള്ളിൽ? പൂച്ചേനെ എനിക്ക് കാണുന്നുണ്ടോ? പൂച്ചേൻ്റെ കളർ തന്നെ വേറൊരു കളറാണ്. പൂച്ച മീനിനെ തവളേനൊക്കെ പിടിക്കുന്നത്. ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഞാനിതാ വീട്ടിലെത്തിയപ്പോഴേക്കും ഇതാ അമ്മ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീനൊക്കെ ഇതാ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതാ കറിക്കുള്ള മീൻ വേറെ, ഇറ്റിച്ച് വെക്കാനുള്ള മീൻ വേറെ, അങ്ങനെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലമീൻ കറി വെക്കണം. പിന്നെ മത്തിമീൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്, അതൊന്ന് വെറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വേഗം നാളികേരം ചിരകി അരയ്ക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഇങ്ങനെ മഴ ആയതുകൊണ്ടേ ഇടയ്ക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നതിനോട് കറണ്ട് വേഗം പോവും. അപ്പോൾ ആദ്യം നാളികേരം അവിടെ അരച്ച് വയ്ക്കും. നാളികേരം അരച്ച് വയ്ക്കുക, പിന്നെ ടാങ്കിൽ വെള്ളം നിറച്ച് വയ്ക്കുക, ഇതൊക്കെ നേരത്തെ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ കറണ്ട് പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ മഴേനെ ഇങ്ങനെ കുറ്റം പറയും, പക്ഷേ ഇപ്രാവശ്യം മഴ ഈ വർഷം കുറവാണെന്നാണ് കേട്ടത്. പൊതുവേ ഈ സമയത്തൊക്കെ റോഡിലൂടെയും ഓവുചാലിൽ കൂടെയൊക്കെ നിറയെ വെള്ളം വരുന്നതാണ്. പിന്നെ നല്ല മീനും കയറുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം വെള്ളം വന്നിട്ടില്ല, ഒന്നുമില്ല. ആകെ ഒരു ഇത്തിരി വെള്ളം, മഴ പെയ്യുന്ന സമയത്ത് ഇത്തിരി വെള്ളം ഉണ്ടാവും. പിന്നെ അത് അതേപോലെ തന്നെ പോവുകയും ചെയ്യും. അങ്ങനെയാണ്. നമ്മൾ മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ കുറ്റം പറയും ചെയ്യും, ഭയങ്കര മഴയാണ്, എന്തൊരു മഴയാണെന്നൊക്കെ. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല അല്ലേ. അങ്ങനെ നാളികേരമൊക്കെ ചിരകി അരച്ച് വെച്ചു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇന്ന് തോരൻ പാവയ്ക്കയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പാവയ്ക്ക. കയ്പ്പാണെങ്കിൽ എല്ലാവരും പാവയ്ക്ക തോരൻ വെച്ചാൽ എല്ലാവരും കൂട്ടും. പാവയ്ക്ക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. തോരൻ വെച്ചാൽ മാത്രമല്ല കറി വെച്ചാലും എല്ലാവരും കഴിക്കും. പാവയ്ക്കയും പിന്നെ ചക്കക്കുരും മോരൊഴിച്ചൊരു കറി, അല്ലെങ്കിൽ പാവയ്ക്ക മാങ്ങ ഇട്ടൊരു കറി,
പാവയ്ക്ക പുളി ഒഴിച്ചൊരു കറി, അങ്ങനെ പലതരം കറികൾ. ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കറികളൊക്കെ കഴിച്ചതും പഠിച്ചതും എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കറിയൊന്നുമല്ല, ഇന്ന് കുനുകുനെ അരിഞ്ഞെടുത്തിട്ട് തോരൻ വെക്കുകയാണ്. അതിലേക്ക് നല്ലൊരു സവാളയും കൊത്തി അരിഞ്ഞിട്ട് പച്ചമുളകും നാളികേരവും കറിവേപ്പിലയൊക്കെ ചതച്ചെടുത്തതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തോരൻ. അങ്ങനെ ഇതാ പാവയ്ക്ക് കുനുകുനെ അരിഞ്ഞു, സവാള കൊത്തി അരിഞ്ഞു. ഇനി ഇത് തോരൻ വെക്കട്ടെ. അങ്ങനെ ഇതാ എൻ്റെ മത്തി വറ്റിച്ചത് ഇവിടെ റെഡിയായി. പിന്നെ ഇതാ മീൻകറിയും റെഡിയായി. ഇനി ഇത് വറുത്തിടാനുണ്ട്. അപ്പോഴേക്കും ഇതാ എൻ്റെ പാവയ്ക്കത്തോരനും റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന മുരിങ്ങയില കറി വെച്ചിട്ടില്ല കേട്ടോ, അത് നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ ഞാനിതാ ഒരു മഞ്ചുണ്ട്, അതെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക. അപ്പോൾ വെയിൽ കണ്ടോ, വെയിൽ പോയിട്ടൊന്നുമില്ല കേട്ടോ, മഴ പെയ്തിട്ടൊന്നുമില്ല. ഇനി ഞാൻ വേഗം ഉച്ചഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കറികളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ഉച്ചഭക്ഷണം എന്താ അറിയോ, നല്ല കഞ്ഞി, ചൂടുള്ള കഞ്ഞി, ചക്കപ്പുഴുക്കും മത്തി വറ്റിച്ചതും. കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു കഞ്ഞിയല്ല, പിന്നെ ചക്ക ഇങ്ങനെ കൂട്ടാൻ വെച്ചാൽ എനിക്ക് കഞ്ഞി കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം നല്ല ചൂടുള്ള കഞ്ഞി, ചക്കപ്പുഴുക്കും ചക്ക കൂട്ടാനും ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേനൽക്കാലത്ത് മാത്രമല്ല കേട്ടോ കഞ്ഞി കുടിക്കുക, നല്ല മഴ പെയ്യുമ്പോഴും നല്ല ചൂട് കഞ്ഞി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഈ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കണ്ടോ, രാവിലത്തെ വെയിൽ പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിൽ കേട്ടോ. ഇങ്ങനെ വെയിൽ കണ്ട ആരെങ്കിലും പറയുമോ മഴക്കാലമാണ്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.